ഇനി നിങ്ങൾക്ക് കാക്കത്തുരുത്ത് ദ്വീപ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലൊക്കെ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ നടന്ന് കാണിക്കും കാക്കത്തുരുത്ത് ദ്വീപ് മുഴുവനും. അപ്പൊ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് എഴുതിക്കോട്ടെ. അങ്ങനെ നമ്മള് കാക്കത്തുരുത്തിന്റെ ഉള്ളിൽ നടക്കാന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ പോയേട്ടാ. ഈ അറ്റം പോലെ ആ അറ്റം വരെ ഞങ്ങൾ നടക്കാൻ പോയി. നിങ്ങൾ കണ്ടു. എന്താണ് കാക്കത്തുരുത്ത് എന്നുള്ളൊരു പേരെന്ന് നമ്മളിവിടെ ചോദിച്ചു പലരോടും. എല്ലാവർക്കും പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പണ്ട് ഈ തുരുത്തിൽ 1-2 വീടുകൾ മാത്രമേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യവാസം കുറവായതുകൊണ്ട് തന്നെ പക്ഷികൾ മുഴുവൻ ചേക്കേറുന്നത് ഈ തുരുത്തിലായിരുന്നു. എന്ന് വെച്ചാൽ കൂടുതലും കാക്കകളായിരുന്നു ഈ തുരുത്തിൽ ചേക്കേറിയിരുന്നത്. അങ്ങനെ വന്നൊരു പേരാണ് കാക്കത്തുരുത്ത്. ഇപ്പോൾ ധാരാളം വീടുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തുരുത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാക്കത്തുരുത്തിനുള്ളിൽ കൂടി. കിരാപ്പി നേരെ ഫ്രണ്ടേ പോകുന്നുണ്ട്. അംഗനവാടി അല്ലേ കാണാൻ? അങ്ങോട്ട് പോകുമ്പോൾ ഒരു അംഗനവാടി കാണുന്നുണ്ട്. അപ്പോൾ കടപ്പെട്ട് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ അംഗനവാടിയുടെ ഫ്രണ്ടിലെത്തി. അംഗനവാടി മാത്രമല്ല കേട്ടോ, കൂടെ ആയുർവേദ ഡിസ്പെൻസറി കൂടിയുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് വന്നപ്പോൾ ഒരു മാടവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. നമ്മളിട്ടേ കൊണ്ട് ഷോർട്ട് വീഡിയോയിലുണ്ട് ആ മാടമൊക്കെ. ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മുടെ ആദ്യത്തെ ഷോർട്ട് വീഡിയോയിൽ കണ്ട സ്ഥലത്തൂടെ ആയിട്ട് ഇപ്പോൾ പോകണം. ഞങ്ങളൊരു കിറ്റൊക്കെ പിടിച്ചിട്ട് പോണായിട്ടൊരു വീഡിയോ ഉണ്ട്, ഷോർട്ട് വീഡിയോ. ആ കണ്ട കറക്റ്റ് സ്ഥലത്തൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വെള്ളമാണ് ഈ കിടക്കുന്നത്. അപ്പൊ അത് പൊളിച്ച് ഗൈസ്, നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമില്ല. സംഗതി ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കാണിച്ചു തരും. 10 ആഴും അങ്ങനെ തന്നെ ഉണ്ട്. ഞങ്ങളുടെ മനസ്സിൽ ഇത് ഉണ്ടെന്നാ ഓർത്തത്. പക്ഷേ സംഭവം പൊളിച്ച് കാണാനാണ് 10 ആഴം. ഇത് ചാടിക്കടന്നാണ് ഞങ്ങളൊന്ന് പോയത്. ഓ മൈ ഗോഡ്. ഇതാണ് ഞങ്ങളുടെ കാക്കത്തുരുത്തിൻ്റെ ആദ്യത്തെ ഷോർട്ട് വീഡിയോയിൽ എൻ്റെ അടുത്ത മാടം. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നടക്കണ വഴി മൊത്തം വേണ്ട ഞണ്ടും കുഴിയാണ് ഈ കാണുക. ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ നട്ടത്ത് വെയിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചൂടുണ്ട്. കുറച്ച് വെള്ളം കുടിക്കണം. കുറച്ചായി നമ്മൾ നടക്കുന്നത്. പിന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വീഡിയോക്ക് ചിലപ്പോൾ ഒരു വൈബ്രേഷനാ
ഇതിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ഒക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് കുറച്ച് മനസ്സിലായത്. താഴത്ത് വീണാന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, ചിലപ്പോൾ അതായിരിക്കും. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു കൃഷിയും കാര്യങ്ങളുണ്ട് കേട്ടോ. അതെ, അതിൻ്റെ പേര് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പച്ച മഞ്ഞൾ ഒരു തടം പോലെ എടുത്തിട്ടേ അതിലോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ. അപ്പുറത്ത് കുരുമുളക്, കരവേള, വൻകടലാടി, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറാനുള്ള കാര്യം നമുക്കിത് ആരുടെയൊന്നും അറിയില്ല. ഇങ്ങനെ നമ്മുടെ കാക്കത്തുരുത്ത് ദ്വീപിലെ ചക്കയാണ് കിടക്കുന്നത്. അപ്പുറത്തേക്കാണ് കേട്ടോ ചക്ക കയറി റെഡിയായി എല്ലാം കിടപ്പുണ്ട്. KPMSൻ്റെ ഓഫീസ് കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഗേറ്റ് അടച്ചിട്ടേക്കണം, അല്ലെങ്കിൽ നമുക്ക് കാണിക്കാറുണ്ട്. എല്ലായിടത്തും ഒന്നും കയറി വീഡിയോ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് നമ്മൾ വന്ന് അങ്ങനെ ഇതിൻ്റെ അകം കാണാത്ത ആൾക്കാരെ കാണിക്കുക എന്നുള്ള പ്ലാനിലൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ മരത്തെ കയറി പറിച്ച് നോൺ സ്റ്റോപ്പ് നിന്നിരുന്ന സാധനമാണ്, ഇപ്പോൾ ഇതില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ചെറിയ അമ്പലമാണ്, കുഞ്ഞമ്പലം. ഇവിടെ കടത്താം. നിങ്ങൾ ഈ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ പുറകിൽ നിന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാക്കത്തുരുത്തിൻ്റെ എവിടെ നിന്നാലും നമുക്ക് നല്ല വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. ഇവിടെ വരാനൊക്കെ പറ്റും. ഒരുപാട് ബോട്ടിങ്ങും പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ പുറത്തുകൂടി നമുക്ക് ബോട്ടിലൊക്കെ പോകാനുള്ള ഇതൊക്കെ ഉണ്ട്. വലിയ റേറ്റ് ഒന്നുമില്ല. 8 പേർക്ക് എന്തോ 1000 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ. 2 പേരെടുത്താലും 8 പേരെടുത്താലും സെയിം റേറ്റാണ്. പിന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അതിലൊന്ന് വിളിച്ച് കോൺടാക്റ്റ് ഒക്കെ നമുക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. പിന്നെ അല്ലാണ്ട് നമുക്ക് കടത്തി കയറി വരാം. അതിനങ്ങനെ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ കടത്തും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഈ കാണുന്നത് ഒരു കടത്താണ് കേട്ടോ. നമ്മൾ പക്ഷെ വന്നിട്ടുള്ളത് ഈ കടത്ത് വഴിയല്ല, നമ്മൾ വടക്കേറ്റത്തെ കടത്ത് വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു കടത്ത് വഴിയായിരിക്കും. ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ കടയും ഒരു ചായക്കടയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്ക്. നമ്മൾ കാക്കത്തുരുത്തിൻ്റെ അകത്ത് തന്നെയുള്ള ചാലുകളാട്ടേക്ക് കാണണം. എല്ലാത്തിലും ചെമ്മീനാണ്. ഓരോരുത്തരുടെയാണ് ഈ ചാല് കിടക്കണത്. ഓരോരുത്തർ നടത്തുന്ന ചാലാണ്. ശരിക്കും ഇപ്പോൾ സമയം 6:45. അങ്ങനെ കാക്കത്തുരുത്തി കൂടിയുള്ള നടത്തം അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെ അത്ര ചെറിയ ദൂരമല്ല. 2 ദിവസത്തെ വീഡിയോ ഉണ്ട് നിങ്ങൾ കാണണം. അപ്പം മാടത്തിൽ പോയിട്ട് നമ്മൾ മാടം കണ്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് മാടം, 1-2 മാടമുണ്ട് ചാലിൻ്റെ. അവിടെ പോയി കുറച്ച് ഇതിൽ വീഡിയോ ഒക്കെ എടുക്കാം. ലൈറ്റ് അത്യാവശ്യം പോയിട്ടുണ്ട്. നമ്മളൊരു അത്യാവശ്യം വലിയൊരു ചാനലായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് വ്യൂസ് ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ.
ചെമ്മീൻ ചാടുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. അതായത് ആ കാണുന്നൊരു പത്താഴമാണ്, ആ വെള്ളം പോകുന്ന ഭാഗം കണ്ട അവിടുന്ന് ചെമ്മീൻ ചാടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പത്താഴ ഇപ്പോൾ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഫുള്ള് ഒരു വലയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് പോണ ചെമ്മീനും അങ്ങനെ ചെറിയ ചെറിയ മീനുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ വലയിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് എടുക്കാനുള്ള പരിപാടിയിലാണ് അവിടുത്തെ ചേട്ടന്മാർ നിൽക്കുന്നത്. അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിച്ചു തന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇത് ചെമ്മീനെ വളർത്തുന്ന ചാലാണ് കേട്ടോ. പക്ഷേ എന്നാലും ചെറിയ മീനുകളെയും ഞണ്ടുകളെയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഈ വലയുടെ അറ്റത്തും ഒരു ലോക്കിംഗ് സിസ്റ്റം പോലെ ഉണ്ട്, കുറച്ച് നീങ്ങിയിട്ടൊരു ലോക്കിംഗ് സിസ്റ്റം പോലെ ഉണ്ടാവും. എന്നിട്ട് ഇതിപ്പോൾ ആ ചേട്ടനിപ്പോൾ എടുത്തിട്ട് ഏറ്റവും അറ്റത്ത് ലോക്കിംഗ് ഓപ്പൺ ആക്കിയിട്ടായിരിക്കും ചെമ്മീനെ ഇതുണ്ട് അതേപോലെ പൊക്കി എടുത്തിട്ട് ബോക്സിലോട്ട് ഇടും. 2 ലോക്കാണുള്ളത്, ഏറ്റവും അറ്റത്തും പിന്നെ ചെമ്മീൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും, ചെറിയൊരു ലോക്ക് പോലെ കാണാം. അറ്റം ഓപ്പൺ ആക്കിയിട്ട് ഈ ചെമ്മീനെ മുഴുവനായിട്ട് എടുത്തിട്ട് വീണ്ടും അറ്റം ലോക്ക് ചെയ്തിട്ട് വെള്ളത്തോട്ട് ഇടുകയാണ് ചെയ്യണത്. ജെല്ലിഫിഷ് ഒരു ശല്യം. ചെമ്മീനാണ് കേട്ടോ കാണുന്നത്. ചെമ്മീൻ മാത്രമല്ല, ഒരു ഞണ്ടും അതേപോലെ തന്നെ ഒരു കൂരി കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാക്കത്തുരുത്ത് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഒരുപാട് വീഡിയോ മുമ്പോട്ട് ഇനി പ്ലാൻ ഉണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Wow.